ഒരു നഗരം നിന്നുകത്തുന്നു. മറുവശത്ത് ജീവന്റെ തുടിപ്പേറിയ ഭാണ്ഡവും പേറി കഴുതകളും വാഹനങ്ങളും ഓടിയകലുന്നു. മറ്റൊരു വശത്ത് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ ടെന്റുകളിൽ തിങ്ങി നിറയുന്ന പതിനായിരങ്ങൾ. ഇത്രയും മതിയാകും യുദ്ധം എത്ര ഭീകരമായാണ് ഗാസയിൽ വേഷമാടുന്നത് എന്ന് തിരിച്ചറിയാൻ. ഇസ്രയേലിന്റെ കരയാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്ത് ആയിരക്കണക്കിന് ആളുകളാണ്. 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റിയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പ്രതികരിച്ചത്. കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ അവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഗാസക്കാരുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിക്കുന്നുമുണ്ട്. ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബ് ആക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടത് 91 പേരാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഗാസയുടെ തെക്കൻ തീരം മാറിയിരിക്കുകയുമാണ്. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ പതിനായിരങ്ങൾ ടെന്റുകളിൽ കഴിയുന്നുമുണ്ട്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും അഭയാർത്ഥികൾ എത്തുന്നതോടെ വൻ ദുരന്തമാണ് ഗാസയെ കാത്തിരിക്കുന്നതെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നും ഇപ്പോൾ തന്നെ ദുരിത ജീവിതം നയിക്കുന്നവർക്കിടയിലേക്ക് പോകാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലക്ഷങ്ങൾ ഗാസ സിറ്റിയിൽ തുടരുകയുമാണ്. 2023 ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ കാലത്ത് തന്നെ ഗാസ സിറ്റിയിലെ കെട്ടിടങ്ങൾ പലതും തകർത്തിരുന്നു. 10 ലക്ഷം ജനസംഖ്യയുള്ള സിറ്റി വിട്ട് ഒട്ടേറെ പേർ സുരക്ഷിത സ്ഥലങ്ങൾ തേടിപ്പോയി. ഇടക്കാല വെടിനിർത്തൽ ഉണ്ടായപ്പോൾ മിക്കവരും തിരിച്ചെത്തി. ഇപ്പോൾ ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗാസ സിറ്റിയിലെ 5 ലക്ഷം കുട്ടികളെ സൗകര്യമില്ലാത്ത തെക്കൻ തീരത്തേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് യൂണിസെഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഉപരോധം പ്രഖ്യാപിക്കും. EU കമ്മീഷണർമാരുടെ യോഗ നടപടിക്ക് അംഗീകാരം നൽകും. ഇസ്രായേലിനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നടത്തുന്ന യൂറോവിഷൻ ഗാനാലാപന മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് സ്പെയിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. നെതർലാൻഡ്, സ്ലൊവേനിയ, അയർലാൻഡ് എന്നിവർ സമാന നിലപാടും സ്വീകരിച്ചിരുന്നു. ഗാസ സിറ്റിയിലെ കരയുദ്ധത്തിനെതിരെ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സാമിർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വെളിപ്പെടുത്തലുമുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരുടെ ജീവൻ അപകടത്തിലായേക്കാമെന്നും ഇസ്രായേൽ സൈനികർക്കുള്ള മരണക്കെണിയായിരിക്കാം കാത്തിരിക്കുന്നതെന്നും ഇയാൽ സാമിർ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചതായാണ് സൂചനയുള്ളത്.